എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാധകർ ആശങ്കപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് നടി നസ്രിയ നസീം കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. വൈകാരികമായി മോശം അവസ്ഥയിലാണെന്നും ഇത് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നസ്രിയ നസീം വ്യക്തമാക്കി. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകാത്തത് ഇക്കാരണത്താലാണെന്നും താൻ വൈകാതെ തിരിച്ചെത്തുമെന്നും നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി കമന്റ് ബോക്സിലെത്തിയത്. പഴയതുപോലെ സന്തോഷവതിയായി തിരിച്ചു വരൂ എന്ന് നിരവധി പേർ ആശംസിച്ചു. അതേസമയം നസ്രിയയുടെ പോസ്റ്റിനെ വളച്ചൊടിച്ചവരും ഏറെയാണ്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നസ്രിയ നസീം. എന്നാൽ സൂക്ഷ്മദർശിനി റിലീസ് ചെയ്ത് കുറച്ചു നാളുകൾക്കുള്ളിൽ നസ്രിയ ലൈംലൈറ്റിൽ നിന്നും മാറി നിന്നു. ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം നസ്രിയക്കാണ് ലഭിച്ചത്. പുരസ്കാരം ലഭിച്ചതിലെ സന്തോഷവും നസ്രിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നസ്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. സൂക്ഷ്മദർശിനി മികച്ച വിജയമായിരുന്നു. ബേസിൽ ജോസഫാണ് ചിത്രത്തിൽ നസ്രിയയ്ക്കൊപ്പം പ്രധാന വേഷം ചെയ്തത്. സിനിമയുടെ പ്രമോഷൻ നസ്രിയ സജീവമായുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.